നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോകാം. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. തിരുവനന്തപുരത്ത് പോലീസ് സ്റ്റേഷനിൽ അതിക്രമിച്ച് കയറി സെല്ലിലുള്ളവരെ മോചിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള കേസിൽ വിശദീകരണവുമായി എത്തുന്നു സർക്കിൾ ഇൻസ്പെക്ടർ. ബന്ധുക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് അറിഞ്ഞുകൊണ്ട് അവരെ കാണാൻ പോയതാണെന്നാണ് CI യഹിയ പറയുന്നത്. ഈ ഓഡിയോ റിപ്പോർട്ടറിന് ലഭിച്ചിട്ടുണ്ട്. ബന്ധുക്കളെ 24 മണിക്കൂർ പിന്നിട്ടിട്ടും കോടതിയിൽ ഹാജരാക്കുന്നില്ല എന്ന് മനസ്സിലായതോടുകൂടി ഉള്ളിൽ കയറി സംസാരിക്കാൻ ശ്രമിച്ചതാണ് എന്നാണ് വിശദീകരണം. ഞാനിവിടെ വന്നു. ഉച്ചയായപ്പോ ഞാൻ വന്നിട്ട് ഇവർ ഇതുവരെയും കുട്ടികളെ വിടുന്നില്ലല്ലോ. ശരി, എന്നാ പിന്നെ റിമാൻഡ് ചെയ്യേണ്ട സംഗതി ആണെങ്കിൽ നിങ്ങൾ റിമാൻഡ് ചെയ്ത് വിടൂ. ഗ്രൗണ്ട് ഓഫ് അറസ്റ്റ് പറയൂ. എന്തിനാണ് അവർ ഇട്ടേക്കണമെന്ന് പറയൂ. വയലബിൾ കേസങ്ങൾ ബൈൽ കൊടുത്ത് വിടൂ. അവരുടെ പറയണ്ടേ നിങ്ങൾ അവിടെ പിടിച്ചോണ്ടുള്ള ഇന്ന കാര്യത്തിനാണ്, നിങ്ങൾക്ക് ജാമ്യം തരത്തക്ക കേസാണ്, പഴയ 41 CRPC നോട്ടീസ് തരത്ത കേസാണ്, അച്ഛൻ നിങ്ങൾ ആരെങ്കിലും ജാമ്യത്തര വിളിച്ചോളൂ പോകൂ എന്ന് പറയുന്നതിന് പകരം രാവിലെ മുതൽ ഒരു SI ഇവിടെ കിടന്നിട്ട് എന്നിട്ട് പുള്ളിക്കാരൻ അറിഞ്ഞൂടാ. ഇവരിപ്പോ വാർത്തയിൽ കാണിക്കുന്ന പറഞ്ഞാൽ സെല്ല് ചവിട്ടി തുറന്ന് ഞങ്ങൾ സെല്ല് കൂട്ടണ്ടേ അവർ പാറാവുന്നുണ്ടല്ലോ. ഞാൻ എങ്ങനെ നെടുമങ്ങാട് പോലീസ് സ്റ്റേഷൻ ഇത്രയും ടൗണിൽ ഞാൻ എങ്ങനെയാണ്? ഞാൻ യൂണിഫോമിലല്ല, എന്റെ ജീപ്പിലല്ല, ഞാൻ ഒത്തിരി പ്രതിയല്ലേ. ഞാൻ ഒന്ന് മര്യാദയ്ക്കാണ് ഒന്ന് കയറിയപ്പോൾ ഇവിടെ പാറാവാറില്ല, എന്നെ തടുക്കണ്ടേ? ഇല്ല. ശരി, സെല്ലിനകത്ത് കയറി. ഞാൻ സെല്ലിനകത്ത് കയറി ഇരുന്നു. എന്താണ് നിങ്ങൾ പറയൂ, നിങ്ങൾ റിമാൻഡ് ചെയ്യും, അല്ലെങ്കിൽ വിടൂ, നിങ്ങൾ എന്തെങ്കിലും ചെയ്യും, ഒന്നും കൊല്ലുക, അല്ലെങ്കിൽ പിന്നെ ഞാൻ അവിടെ സെല്ലിൽ കയറി ഞാൻ അവരെ ഒപ്പം ഇരുന്നു. സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിലെ CIക്കെതിരെ വകുപ്പ് തല നടപടി ഉണ്ടായേക്കും. അശ്വിൻ ഡിയോഗോ വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. അശ്വിൻ, അപ്പോൾ ഇന്നലെ സ്വന്തം സ്റ്റേഷന്റെ പരിധിയിൽ പോലും വരുന്നൊരു സ്ഥലമല്ല, മറ്റൊരു സ്റ്റേഷനിലെത്തിയിട്ടാണ് ഇയാൾ ഇത്തരത്തിലുള്ള അതിക്രമം കാട്ടിയത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അങ്ങനെ ചെയ്യാൻ ഒരിക്കലും പാടില്ല എന്നുള്ള തരത്തിൽ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ആഭ്യന്തര വകുപ്പ് വളരെ ഗൗരവത്തിൽ ഈ ഒരു സംഭവം കാണുന്നുണ്ടോ? ഇയാൾ ഈ പറയുന്ന വിശദീകരണം ഏതെങ്കിലും തരത്തിൽ തൃപ്തികരമാണോ? കാരണം പോലീസ് ജീപ്പിലായിരുന്നില്ല, യൂണിഫോമിലായിരുന്നില്ല, വന്ന് അതിക്രമം കാട്ടുകയായിരുന്നു. ദൃശ്യങ്ങളടക്കം പുറത്ത് വന്നതാണ്. പറയൂ അശ്വിൻ. ഷിഹാസ്, തീർച്ചയായും പോലീസ് സേനയ്ക്ക് തന്നെ വലിയൊരു നാണക്കേടായ സംഭവമാണ് നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. ഒരു CI തന്നെ നേരിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നു. അവിടെ ലോക്കപ്പിൽ ഉണ്ടായിരുന്ന 2 പേരെ സ്വയമേ മോചിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നു. അത് ആ സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന മറ്റു പോലീസ് ഉദ്യോഗസ്ഥർ തടസ്സപ്പെടുത്തുന്നു. തുടർന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് അതിക്രമിച്ച് കയറിയിട്ടുള്ള CIക്കെതിരെ പോലീസ് കേസെടുക്കുന്നു, കസ്റ്റഡിയിലെടുക്കുന്നു, അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. അങ്ങനെ സമാനതകളില്ലാത്തൊരു സംഭവമാണ് കഴിഞ്ഞ ദിവസം നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിൽ സംഭവിച്ചിട്ടുള്ളത്. നിലവിലിപ്പോൾ ഇതിൽ തന്റെ ഒരു സുഹൃത്തിനോട് സംസാരിച്ചിട്ടുള്ള CIയുടെ യഹിയയുടെ ഒരു ഫോൺ സംഭാഷണമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതിൽ അദ്ദേഹം പറയുന്നത് ഈ 2 ബന്ധുക്കൾ, അതായത് തന്റെ സഹോദരന്റെയും സഹോദരിയുടെയും മക്കളെ രാത്രി 12 മണിയോടുകൂടിയാണ് നെടുമങ്ങാട് പോലീസ് ഈ ഒരു കരുതൽ തടങ്കലിലേക്ക് എടുക്കുന്നത്. പക്ഷേ പിറ്റേ ദിവസം 12 മണി കഴിഞ്ഞ ശേഷം, അതായത് 24 മണിക്കൂർ കഴിഞ്ഞിട്ടും ഈ പ്രതികളെ കോടതിയിൽ ഹാജരാക്കുകയോ റിമാൻഡ് ചെയ്യാനുള്ള നടപടിയിലേക്ക് കടക്കുകയോ അല്ലെങ്കിൽ ഇവർക്ക് നിയമസഭാ സഹായം ലഭ്യമാക്കുന്ന മറ്റു നടപടിയിലേക്ക് കടക്കുകയോ ചെയ്തിട്ടില്ല. ഈ ഒരു ഘട്ടത്തിലാണ് താൻ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നതും തുടർന്ന് ഈ അവിടെ ഉണ്ടായിരുന്ന SIയോട് സംസാരിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ താൻ അവിടെ എത്തി മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും നിയമ നടപടി പൂർത്തിയാക്കാതെ അവിടെ വെയിറ്റ് ചെയ്യിപ്പിച്ചു. മാത്രമല്ല, എന്തിനാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് എന്നുള്ള കാര്യത്തിൽ കൃത്യമായൊരു മറുപടി നൽകിയിട്ടില്ല. ഇതിന് പിന്നാലെയാണ് തനിക്ക് സെല്ലിലേക്ക് കയറി പോകേണ്ടി വന്നതും ഈ സെല്ലിലുള്ള തന്റെ ബന്ധുക്കളോട് സംസാരിക്കേണ്ടി വന്നതും എന്നുള്ള കാര്യമാണ് ഈ CI ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. മാത്രമല്ല, അതിനുശേഷം പോലീസുകാരോട് വീണ്ടും ഇവരെ എന്ത് ഗ്രൗണ്ടിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്, ഇവരെ എന്തുകൊണ്ടാണ് ഇത്രയും നേരമായി, ഇതൊരു ഇല്ലീഗൽ കസ്റ്റഡിയാണ്, കാരണം 24 മണിക്കൂറിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ റിമാൻഡ് നടപടിയിലേക്ക് കടക്കേണ്ടതുണ്ട്. ഇത് രണ്ടും ചെയ്യാതെ എന്തിനാണ് ഈ 4 പേരെയും ഇത്തരത്തിൽ പിടിച്ചു വെച്ചിരുന്നത് എന്നുള്ള കാര്യങ്ങൾ ചോദിക്കുന്നു. വീണ്ടും മറുപടി കിട്ടുന്നില്ല. അങ്ങനെയാണ് താൻ ഈ സെല്ലിനുള്ളിലേക്ക് കയറുന്നതും അവിടെ ഉണ്ടായിരുന്ന ബന്ധുക്കളോടൊപ്പം സംസാരിക്കുകയും ചെയ്യുന്നത്, പിന്നെ അവർക്കൊപ്പം തന്നെ അവിടെ ഇരുന്നു കൊണ്ട് ഇത്തരത്തിൽ ഈ കാര്യം സംസാരിക്കുകയും ചെയ്തത് എന്നുള്ളതാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത്. മാത്രമല്ല, അവിടുത്തെ SIയെയും SHOയെയും, അതായത് നെടുമങ്ങാട് SIയെയും SHOയെയും താൻ മാറി മാറി വിളിച്ചിട്ടും 2 പേരും ഫോൺ എടുത്തില്ല. ഈ ഒരു ഘട്ടത്തിലാണ് തനിക്ക് സ്റ്റേഷനിലേക്ക് നേരിട്ട് എത്തേണ്ടി വന്നത് എന്നുള്ള കാര്യമാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥനായ യഹിയ പറയുന്നത്. താൻ പോലീസ് ജീപ്പിലായിരുന്നില്ല വന്നത്, പോലീസ് യൂണിഫോമിലായിരുന്നില്ല വന്നത്, സിവിൽ ഡ്രസ്സിലാണ് വന്നത്. തന്നെ ആരും തടഞ്ഞിരുന്നില്ല. താൻ ലോക്കപ്പിന്റെ അടുത്തേക്ക് പോയിട്ട് പോലും തന്നെ ആരും തടഞ്ഞില്ല. അവിടെ ഒരു പാറാവുകാരനുണ്ടായിരുന്നു, തന്നെ തടഞ്ഞില്ല. അതിനുശേഷമാണ് താൻ അകത്തേക്ക് കയറി സംസാരിക്കുന്നത് എന്നുള്ള കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. എന്തായാലും നിലവിലിപ്പോൾ ഈ ആരോപണങ്ങൾ നെടുമങ്ങാട് പോലീസ് ഉദ്യോഗസ്ഥരിലേക്ക് തിരിച്ചുവിടാനാണ് യഹിയ ഇപ്പോൾ ശ്രമിക്കുന്നത്. നിലവിലിപ്പോൾ എന്തായാലും യഹിക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തി എന്ന വകുപ്പ് ചേർത്താണ് കേസെടുത്തിട്ടുള്ളത്. ഇന്നലെ തന്നെ അദ്ദേഹത്തെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഓപ്പറേഷൻ തൂഫാനുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുമ്പോഴാണ് ഇത്തരത്തിൽ പോലീസ് സേനയിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള നാണക്കേടുണ്ടായ സംഭവം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആഭ്യന്തരമന്ത്രി ഇത് വലിയ ഗൗരവത്തിൽ തന്നെ കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. ഈ SP ഇന്നലെ തന്നെ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. നടപടി ഈ CI യഹിയക്കെതിരെ ഉണ്ടാകുമെന്ന് തന്നെ കരുതാം.